കോട്ടിക്കലിൽ മലയോര മേഖലയിൽ കനത്ത നാശം വിതച്ച 2021 ഒക്ടോബർ 16-നുണ്ടായ പ്രളയത്തിൽ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം നടത്തിയ വിമുക്ത ഭടനായ ജസ്റ്റിൻ ജോർജിന് രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പുരസ്കാരം. പോലീസിനോ അഗ്നിരക്ഷാസേനയ്ക്കോ ദുരന്തമേഖലയിൽ ചെന്നെത്താൻ കഴിയാതിരുന്നപ്പോൾ നാട്ടുകാരെ ഏകോപിപ്പിച്ച് നടത്തിയ അതിസാഹസികമായ രക്ഷാപ്രവർത്തനത്തിനാണ് കരസേനാ പൂഞ്ച് റെജിമെന്റിൽ നിന്ന് വിരമിച്ച ഇളങ്കാട് വയലിൽ ജസ്റ്റിൻ ജോർജിനെ രാജ്യം ആദരിച്ചത്. 2021 ഒക്ടോബർ 16-നുണ്ടായ പ്രളയത്തിൽ കൊക്കയാറ്റിലെ മുക്കുളം താഴെ പ്രളയത്തിൽ ഒറ്റപ്പെട്ട 20 പേരെ വടം കെട്ടി പുല്ലക്കയാറിന്റെ മറുകരയിൽ എത്തിക്കുന്നതിന് നേതൃത്വം നൽകിയതാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത്. രാത്രിയായാൽ രക്ഷാപ്രവർത്തനം സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ ജസ്റ്റിൻ കുത്തിയൊഴുകിയ ആറ്റിൽ ചാടി ഒഴുകിയെത്തിയ തടി വടത്തിൽ ബന്ധിച്ചു നിർത്തി. അതിന്റെ സഹായത്തോടെയായിരുന്നു സാഹസിക പ്രവർത്തനം. ഏതാനും നാട്ടുകാർ മാത്രമായിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ ജസ്റ്റിനൊപ്പം പങ്കുചേർന്നത്. പ്രളയസമയത്ത് നാടാകെ ഭയന്നു വിറച്ചപ്പോൾ ഒറ്റയാൾ പട്ടാളം പോലെ സ്വന്തം ജീപ്പിൽ മല കയറിയെത്തിയാണ് ജസ്റ്റിൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. വിമുക്ത ഭടൻ കൂടിയായ ജസ്റ്റിന്റെ നേട്ടത്തിൽ അഭിമാനിക്കുകയാണ് കൂട്ടിക്കൽ ഗ്രാമം. 2021 പ്രളയത്തിന്റെ തുടക്കം മുതൽ ജസ്റ്റിൻ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിരുന്നു. രാത്രി ഉരുൾപൊട്ടി വെള്ളപ്പാച്ചിലുണ്ടായപ്പോൾ ഇളംകാട് പ്രദേശത്തെ ഗ്രാമത്തെ ഒറ്റപ്പെടുത്തി. അഗ്നിരക്ഷാസേന ദുരന്തമുഖത്ത് എത്തും മുമ്പേ ജസ്റ്റിൻ രക്ഷാചുമതല ഏറ്റെടുക്കുകയായിരുന്നു. ഭയന്ന് വിറച്ചുപോയ ജനങ്ങൾക്ക് അതിവേഗം നിർദ്ദേശം നൽകി ധൈര്യപ്പെടുത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സ്വന്തം ജീപ്പിൽ സ്വന്തം ചെലവിലായിരുന്നു രക്ഷാപ്രവർത്തനത്തിനായുള്ള യാത്രകൾ. മറ്റു വാഹനങ്ങൾ കടന്നുപോകാൻ ഭയന്ന വഴിയിലൂടെയെല്ലാം ജസ്റ്റിൻ വാഹനമോടിച്ച് ദുരന്തമുഖങ്ങളിലെത്തി. പ്രളയ അതിജീവനത്തിനുള്ള പ്രവർത്തനങ്ങളിലും ജസ്റ്റിൻ സജീവമായിരുന്നു. പരിക്കേറ്റവരെ വാഹനം എത്താത്ത സ്ഥലത്തുനിന്ന് ചുമന്നുകൊണ്ടുവന്നാണ് ആശുപത്രിയിലെത്തിക്കാൻ സഹായിച്ചത്. അരി ഉൾപ്പെടെ സാധനങ്ങൾ, മരുന്നുകൾ എന്നിവ പ്രളയബാധിതർക്ക് എത്തിച്ചു നൽകുകയും ചെയ്തു. വീടുകൾ വൃത്തിയാക്കാനും പ്രദേശത്ത് മെഡിക്കൽ ക്യാമ്പ് നടത്താനും ജസ്റ്റിൻ മുന്നിട്ടിറങ്ങിയിരുന്നു. ഭാര്യ ജ്യോതി അധ്യാപികയാണ്. മകൻ തേജസ് എന്നിവർക്കൊപ്പം പാലായിലാണ് ജസ്റ്റിൻ ഇപ്പോൾ താമസിക്കുന്നത്. രാജ്യത്തിന്റെ പുരസ്കാരം എത്തിയതിന്റെ സന്തോഷത്തിലാണ് ജസ്റ്റിനും കുടുംബവും. ഇളങ്കാട് വയലിൻ ചാക്കോ വർക്കിയുടെയും ജെസ്സിയുടെയും മകനാണ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഫൈറ്റർ ജെറ്റ് വിമാനമായ തേജസിന്റെ പേരാണ് ഏക മകന് നൽകിയതെന്ന് ജസ്റ്റിൻ പറയുന്നു. നാടിനൊന്നാകെ കനത്ത നാശം വിതച്ച പ്രളയത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ് ഇന്നും കൂട്ടിക്കലുകാർ. അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിൽ മലനിരകളിൽ നിന്നും ഒഴുകിയെത്തിയ വെള്ളം പുല്ലക്കയാറിൽ സ്വീകരിക്കാൻ കഴിയുന്നതിലും അധികമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇളംകാട് ടൗണിന് സമീപം മുക്കുളം താഴെ പുഴ ഗതിമാറി ഒഴുകി ഇളംകാട് ടൗണിന് സമീപം മുതൽ പുല്ലക്കയാറിന്റെ മറുകരയിലുള്ള ഗ്രാമങ്ങൾ കുട്ടിക്കൽ വരെ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. മുക്കുളം ഈസ്റ്റ്, വടക്കേമല, കൊക്കയാർ, വെമ്പിളി, ഏഴേക്കർ, എന്തയാർ ഈസ്റ്റ്, കനകപുരം തുടങ്ങിയ പ്രദേശത്തേക്കുള്ള എന്തയാർ മുക്കുളം പാലം തകർന്നുപോയി. വെമ്പിളി പാലവും പുഴയെടുത്തു. മുക്കുളം, കൊക്കയാർ, വെമ്പിളി മേഖലകളിലായി 100ഓളം വീടുകളാണ് പ്രളയത്തിൽ തകർന്നത്. പുല്ലക്കയാറിന്റെ തീരത്ത് ഏഴേക്കർ ഭാഗത്ത് ഉൾപ്പെടെ പുഴ ഗതിമാറി ഒഴുകി നിരവധി വീടുകൾ പൂർണ്ണമായും തകർന്നു. പുല്ലക്കയാറിൽ നിന്നും ഇത്രയും ഉയരത്തിൽ വെള്ളം ടൗണിൽ കയറാൻ കാരണം പ്ലാപ്പള്ളി കാവാലി പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലാണ്.